വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള 2 ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ലിവറിനെ പറ്റിയിട്ടും അതുപോലെ മുട്ടയെ പറ്റിയിട്ടുമാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസ് കാണാനായിട്ട് സാധിക്കും. ഇവരെല്ലാവരും മെജോറിറ്റി ആളുകളും പ്രഗ്നന്റ് ആയത് ഹോം റെമഡീസ് ഫോളോ ചെയ്തപ്പോഴും ഫുഡ് ഡയറ്റിൽ വ്യത്യാസം വരുത്തിയപ്പോഴും ഒരുപാട് എക്സസൈസുകൾ ചെയ്തിട്ടും ഒക്കെയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് ഈ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റമൊക്കെ നിങ്ങളെ സഹായിക്കും. ഒപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളെ സഹായിക്കും കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് ലിവറിൽ നിന്ന് തന്നെ തുടങ്ങാം. കരള്, നമ്മുടെ കോഴിയുടെ കരളാണെങ്കിലും ബീഫിന്റെ ആണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. ഇതിൽ വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, വിറ്റമിൻ ഇ, മറ്റ് ബി വിറ്റമിൻസ്, കോക്യൂട്ടൻ, സിങ്ക്, ഫോളേറ്റ് എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ലിവർ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ചില ആളുകൾക്ക് ലിവർ കഴിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഡിറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ശരീര അവയവം ലിവർ ആയതുകൊണ്ട് പലർക്കും ഇത് കഴിക്കാനായിട്ട് പേടിയുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. യാതൊരു തരത്തിലുള്ള ടോക്സിൻസും ഇത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് ഇത് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് വിറ്റാമിൻ എയിൽ നിന്ന് തന്നെ തുടങ്ങാം. പുരുഷന്മാരിൽ സ്പേമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വിറ്റമിൻ എ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, നമ്മൾ ഒരു ഓവുലേഷൻ ഡേറ്റ് പറയുമ്പോഴേക്കും ആ ദിവസം എല്ലാം റെഗുലർ ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് അത് ചെയ്യുമ്പോൾ പേടിയാണ്. കാരണം സെമൻ ഡെവലപ്പ് ആവുകയോ, കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ വേണ്ട ആ ഒരു ഫുൾഫിൽ ചെയ്യേണ്ട അത്രയും ഉള്ള സെമൻ അവിടെ ക്വാളിറ്റി ഉണ്ടാകുമോ, അല്ലെങ്കിൽ സെമൻ പ്രൊഡ്യൂസ് ആകുമോ, വോളിയം ഉണ്ടാകുമോ എന്നൊക്കെ പലർക്കും ടെൻഷനാണ്. സെമൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് പ്രൊഡ്യൂസ് ആവുന്നത് പോലെ ഭയങ്കര സ്ലോലി അല്ല ഇത് പ്രൊഡ്യൂസ് ആവുന്നത്. ഇത് ഭയങ്കര സ്പീഡിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി ശരീരത്തിലോട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് സെമന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും കൂടി നടക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലിവർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ക്വാളിറ്റിയോട് കൂടി സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. എസ്പെഷ്യലി ആ ഫെർട്ടൈൽ ടൈം പീരീഡിലൊക്കെ ഹസ്ബൻഡിന് ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി സ്ത്രീകൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കാം. നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഈ വിറ്റമിൻ എ എന്ന് പറയുന്നത്. സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രഗ്നന്റ് ആകണമെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു സെർവിക്കൽ മ്യൂക്കസ് ശരീരത്തിൽ വേണം. കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ ഉപയോഗിച്ചിട്ട് മാത്രം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസീവൽ മെഡിസിൻ നമുക്ക് ഡോക്ടർ ഗൈനിക്കാണ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺസീവൽ മെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മെഡിസിൻ മാത്രം ഉപയോഗിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ എഗ്ഗിനെ ആ ഒരു 80-22 mm വളർച്ചയിൽ കൊണ്ടുവന്ന് മാത്രം എത്തിച്ചാൽ പോരാ. നമ്മൾ സാധാരണ എഗ്ഗ് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ, HCG ഇഞ്ചക്ഷൻ വെക്കുകയാണെങ്കിൽ എഗ്ഗ് പൊട്ടും. പക്ഷെ അത് ക്വാളിറ്റിയോട് കൂടി റപ്ചർ ആയി കഴിഞ്ഞാൽ മാത്രമേ PCOD ഉള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവരാണെങ്കിലും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവരാണെങ്കിലും അവർക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിറ്റമിൻ എ എടുക്കാവുന്നതാണ്. വിറ്റമിൻ എയുടെ മെഡിസിൻ സാധാരണയായിട്ട് അങ്ങനെ ഡോക്ടേഴ്സ് കൊടുക്കാറില്ല, റെഗുലർ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കാറില്ല. വിറ്റമിൻ എയുടെ കണ്ടന്റ് അതല്ലാതെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് വിറ്റമിൻ B12 ആണ്. പുരുഷന്മാരിൽ സെമന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ മോട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും സ്പേമിന്റെ DNA ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. DNA ഡാമേജ് സ്പേമിനോ അല്ലെങ്കിൽ എഗ്ഗിനോ ഉണ്ടാകുന്ന സമയത്താണ് കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സ് ഉണ്ടാകുന്നത്. അതായത് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കുഞ്ഞിന് ഉണ്ടാകാനായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഓൾറെഡി മിസ്കാരേജിന്റെ ഹിസ്റ്ററീസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ലിവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് വിറ്റമിൻ B12 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓൾറെഡി വിറ്റമിൻ B12ന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഫെർട്ടിലിറ്റി സപ്പോർട്ട് നമുക്ക് കിട്ടും കേട്ടോ.
ഇനി അടുത്തത് നമ്മുടെ ഫോളേറ്റ് ആണ്. സ്ത്രീകളിലെ ഫോളേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവർക്കും അതുപോലെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാവും. നമ്മുടെ പ്രിനേറ്റൽ ന്യൂട്രിയൻസിൽ പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫോളേറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒന്നാണ് ഈ ഫോളേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞിലെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകുന്നത്. ചില കേസിൽ കുഞ്ഞ് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ മിസ്കാരേജ് ഉണ്ടായി പോകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്ന ഒന്നാണ് ഈ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ ഈ പ്രിനേറ്റൽ വിറ്റമിൻസ് എടുക്കുമ്പോഴേക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഇതിലുള്ള കണ്ടന്റ്സ് വെച്ചിട്ട് പലരുടെയും എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ ഇപ്പോൾ കാണിച്ചു വരുന്നുണ്ട് കേട്ടോ. പുരുഷന്മാർക്കാണെങ്കിലും ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അവരുടെ സ്പോമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ലോ ഫോളേറ്റ് പുരുഷന്മാരിൽ ഉണ്ടാകുമ്പോഴേക്കും അത് DNA ഡാമേജ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. പല ഡോക്ടേഴ്സും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് ആണ്. സിങ്ക് പുരുഷന്മാരിൽ അവരുടെ സിങ്കിന്റെ ലെവൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് സ്പോമിന്റെ കൗണ്ടിനെയും മോട്ടിലിറ്റിയും അവരുടെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണെ ലോ ആക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടും പുരുഷന്റെ ശരീരത്തിൽ വേണ്ട ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രഗ്നൻസി അവിടെ ലേറ്റ് ആകും. കൃത്യമായിട്ടുള്ള വോളിയത്തിൽ സെമൻ അവിടെ പ്രൊഡ്യൂസ് ആകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം സ്ത്രീകളിൽ അവരുടെ സെല്ലിന്റെ ഗ്രോത്ത് കൃത്യമായിട്ട് നടക്കുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ ഡെവലപ്മെന്റിനും, അതായത് ഏർലി സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ഫെർട്ടിലൈസ്ഡ് ആയിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള വെരി ഏർലി സ്റ്റേജിലുള്ള ഡെവലപ്മെന്റിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. ഒപ്പം ആ ഫോളിക്കൽ ഡെവലപ്മെന്റിന്റെ ത്രൂ ഔട്ട് ആ ഒരു സമയത്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് പലരും ഭക്ഷണത്തിൽ ഇതൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മൾട്ടിവിറ്റമിന്റെ മെഡിസിൻ എങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അടുത്തതാണ് സെലീനിയം. പുരുഷന്റെ കാര്യത്തിൽ സെലീനിയം സ്പേമിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് സ്പേമിന്റെ മോട്ടിലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ ആ ഒരു എംബ്രിയോയുടെ ഒക്കെ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. PCOD ഉള്ളവർക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കരൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കരൾ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീക്ക്ലി 1 ടൈം നമ്മളിത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ഞായറാഴ്ച ഒരു ഡിഫറെന്റ് ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ബെറ്റർ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വട്ടം കരളുമായിട്ട് മേടിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ഒരുപാടൊന്നും എടുക്കണ്ട. ഒരു ദിവസം നിങ്ങൾ എടുക്കുമ്പോഴേക്കും ഒരു 4 എണ്ണം അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി. അതല്ല നിങ്ങളിപ്പോൾ ചിക്കനായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ചിക്കനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ചിക്കനിലെ കരൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴേക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡിന് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സാധാരണ ചില ആളുകൾക്ക് കരൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ചിക്കൻ കറി വെക്കുമ്പോഴും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ടയുടെ പോഷക ഗുണങ്ങളെ പറ്റി നോക്കാം. മുട്ടയിൽ ഓൾമോസ്റ്റ് അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, വിറ്റമിൻ B12 ഉണ്ട്, വിറ്റമിൻ A ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാം തന്നെ, നമ്മൾ ലിവറിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും തന്നെ ഈ മുട്ടയിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടാതെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള DHA, omega-3 ഫാറ്റി ആസിഡ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞാൻ നേരത്തെ ലിവറിൽ സംസാരിച്ചതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ഇത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. നമ്മൾ മുട്ട വറുത്തോ അല്ലെങ്കിൽ ബുൾസൈ ആയിട്ടോ ഒന്നും ഇത് ഉപയോഗിക്കാതിരിക്കാൻ. നമ്മൾ നല്ലതുപോലെ പുഴുങ്ങി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇത് പുഴുങ്ങി അത് വെന്ത് വരുന്നൊരു ഫോം ഉണ്ടല്ലോ, ആ രീതിക്ക് നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പുഴുങ്ങി കൃത്യമായിട്ടുള്ള ഫോമിലാകാത്ത മുട്ട നിങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് മറ്റുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ബോയിലായിട്ടുള്ള ഒരു മുട്ട നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾക്ക് പേടിയാണ് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടോ ഒരു മുട്ട ഫുള്ളായിട്ട് കഴിക്കുന്നത് കൊണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ല കേട്ടോ. ഇനി കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് കൂടുതൽ ഓയിലൊന്നും ഇല്ലാതെ ബോയിൽ ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഓരോ ദിവസവും മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മഞ്ഞ ഉൾപ്പെടെ എടുക്കുക, കാരണം മഞ്ഞയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. മഞ്ഞ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് മുട്ട കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ വാക്കിംഗ് പോവുക. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് എങ്കിലും വാക്കിംഗ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ, പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.